ആകാശവാണിയും ദൂരദർശനുമൊക്കെ കണ്ട് കൂട്ടുകാരുമൊത്ത് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിച്ച് ഉച്ചസമയം സ്കൂളുകളിൽ തൊടാനാട്ടവും ഗോലികളിയും ഏറുപന്തുമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബാല്യമാണോ നിങ്ങളുടേത്? അതായത് നിങ്ങളൊരു 90s കിഡാണോ എന്ന്? അതോ പബ്ജിയും ഫ്രീ ഫയറും ഇൻസ്റ്റാ റീൽസും ഒക്കെയുള്ള ഈ കാലഘട്ടത്തിൽ ജനിച്ച 2K കിഡാണോ നിങ്ങൾ? ഇവർക്ക് രണ്ടുപേർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് 90സിലേക്ക് പോകാം. അന്ന് എന്റർടൈൻമെന്റുകൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ ഇന്റർനെറ്റ് അത്ര വ്യാപിച്ചിട്ടില്ലാത്തൊരു കാലമായിരുന്നു. അന്ന് യൂട്യൂബ് ഇല്ല, അതുപോലെ റീൽസ് ഒന്നുമില്ല. അന്നത്തെ എന്റർടൈൻമെന്റിന് പറ്റിയ ഏക മാർഗം എന്ന് പറയുന്നത് ദൂരദർശനായിരുന്നു. അതിലെ ശക്തിമാനും ചിത്രീയതും ഒക്കെ 90s കിഡ്സ് ഇന്നും ഓർത്തിരിക്കുന്നു അല്ലെ? പിന്നെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ ഇന്നത്തെ പോലെ യൂട്യൂബും സ്പോട്ടിഫൈ ഒന്നും അന്നില്ല. അന്നൊക്കെ അവർ ഇഷ്ടപ്പെട്ട പാട്ടുകളുടെ കാസറ്റുകൾ വാങ്ങി ടേപ്പ് റെക്കോർഡറുകളിൽ പ്ലേ ചെയ്ത് കേൾക്കുമായിരുന്നു അല്ലെ? ടേപ്പ് റെക്കോർഡറുകളിൽ ഒരുങ്ങുന്നത് അന്നത്തെ വലിയൊരു പ്രശ്നമായിരുന്നു അല്ലെ? ആ ഒരു കാലഘട്ടത്തെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ യു ആർ എ റിയലി എ 90s കിഡ്. കേരളത്തിലെ 90s കിഡ്സിന് പൂർണ്ണമായും ഒരു സാമൂഹിക ബോധമുണ്ടായിരുന്നു. പരമ്പരാഗത കളികൾ കളിക്കുകയും അയൽക്കാരുമായി കഥകൾ പങ്കിടുകയും ഉത്സവങ്ങൾ ഉണ്ടെങ്കിൽ കൂട്ടുകാരുമൊത്ത് അങ്ങോട്ട് പോവുകയും കളിപ്പാട്ടങ്ങൾ മേടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അല്ലേ? അന്ന് മേടിച്ച കളിപ്പാട്ടങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കൂ. പല പല ഓർമ്മകൾ വന്നേക്കാം. അതായത് അന്നത്തെ ഫ്രണ്ട്സിനെ പറ്റിയും അന്ന് നടന്ന നല്ലതും ചീത്തതുമായ സംഭവങ്ങളെ പറ്റിയും ഒക്കെ ഓർമ്മ വന്നേക്കാം. ഒന്ന് എടുത്തു നോക്കൂ. ഇനി അടുത്തത് കേരളത്തിലെ 2K കിഡ്സിനെ പറ്റിയാണ്. ജനിച്ചപ്പോൾ മുതൽ സ്മാർട്ട് ഫോണുമായി വന്നവർ എന്നാണ് ഇവരെ പൊതുവെ പറയാറ്. കേരളത്തിലെ 2K കിഡ്സുകൾ ഒരു ഡിജിറ്റൽ സ്വദേശികളാണ്. അവർക്ക് എല്ലാം ഇന്ന് വിരൽ തുമ്പിൽ കിട്ടും. നെറ്റ്ഫ്ലിക്സിലോ ആമസോണിലോ സിനിമകൾ ഈസിയായി കാണാം. ലോകത്തെ ഓരോ മുക്കിലും മൂലയിലുമുള്ള ആളുകൾക്ക് സ്നാപ്ചാറ്റ് അയക്കുക, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക, ഇൻസ്റ്റഗ്രാമിൽ തന്നെ സ്റ്റോറി ഇടുക, സ്റ്റാറ്റസ് ഇടുക, അങ്ങനെ ഒരു ഡിജിറ്റൽ വേൾഡിൽ ജീവിക്കുന്ന ഒരു ജനറേഷനാണ് 2K കിഡ്സുകൾ. ഹൈ സ്പീഡ് ഇന്റർനെറ്റും സ്മാർട്ട് സാങ്കേതിക വിദ്യയും ഒന്നുമില്ലാതെ 2K കിഡ്സിന് ഇന്നത്തെ കാലത്ത് ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അവരുടെ സാമൂഹ്യ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ കുറെ വെർച്വൽ ഹുക്കപ്പുകളും ഓൺലൈൻ കമ്മ്യൂണിറ്റികളുമാണ്. ഇങ്ങനെ ഒരു ചിത്രം നിങ്ങൾ സങ്കല്പിക്കുക. ഒരു വശത്ത് കുട്ടികൾ ഗോലി കളിക്കുകയും ഒരു ഇടുങ്ങിയ പാതയിലൂടെ ടയർ ഉരുട്ടി നടക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഉജാലക്കുപ്പിയിൽ ടയർ ഫിറ്റ് ചെയ്ത് ഉരുട്ടി നടക്കുന്നു. മറുവശത്ത് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണിൽ നോക്കി നിൽക്കുന്ന കുട്ടികൾ. ഇങ്ങനെ ഒരു ചിത്രം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും വരിക? അത് താഴെ കമന്റ് ചെയ്യുക. രണ്ട് തലമുറകൾക്കിടയിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അവർ ചുറ്റുമുള്ള ലോകവുമായി പെരുമാറുന്ന രീതിയാണ്. 90കളിൽ തെരുവുകൾ പൂർണ്ണമായും 90s കിഡ്സിന്റെ കളിസ്ഥലങ്ങളായിരുന്നു. അവർ അവിടെ സൈക്കിൾ ഓടിച്ചും
ഫുട്ബോൾ കളിച്ചും ക്രിക്കറ്റ് കളിച്ചും കണ്ട മരങ്ങളിലൊക്കെ വലിഞ്ഞു കയറി അമ്മമാരുടെ കയ്യിൽ നിന്നും വഴക്കും കിട്ടിയിരുന്നു. അതേസമയം 2K കിഡ്സോ, അവർ കളിക്കുന്നത് മൊബൈൽ ഫോണിലെ കളിസ്ഥലങ്ങളിലാണ്. അമ്മ വഴക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ അടിക്കാൻ വന്നാൽ അവരെ തിരിച്ച് തല്ലാൻ പോവുക, പഠിപ്പിക്കുന്ന ടീച്ചർമാരെ തല്ലാൻ പോവുക. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വല്ലാതെ മാറിപ്പോയി. ലഹരിയുടെ വൻ ഇറക്കുമതി കാരണമാണ് അവരെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല. 2K കിഡ്സിൽ നല്ല ആൾക്കാരുമുണ്ട്. നിങ്ങൾ 90കളിലെ സ്കൂളുകളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. മഴയത്ത് ചോർന്നൊലിക്കുന്ന ക്ലാസ് റൂമുകൾ, പൊട്ടിപ്പൊളിഞ്ഞ ബെഞ്ചുകൾ. അന്ന് കുട്ടികൾ ചോക്ക്, സ്ലേറ്റ്, പാഠപുസ്തകങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് പഠിച്ചിരുന്നത്. അവർ നോട്ട് ബുക്കുകളിൽ പേന കൊണ്ട് എഴുതുകയും സുഹൃത്തുക്കളിൽ നിന്ന് പുസ്തകങ്ങൾ കടം വാങ്ങി എഴുതുകയും ചെയ്തിരുന്നു. അന്ന് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ഇന്റർനെറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അല്ലേ? ഇനി ഇന്നത്തെ 2K കിഡ്സിന്റെ സ്കൂളുകൾ നമുക്ക് എടുത്തു നോക്കാം. അവർക്ക് പഠിക്കാനായി ഇന്ന് സ്മാർട്ട് ക്ലാസ്സുകളുണ്ട്. അവർക്ക് കമ്പ്യൂട്ടറുകളും ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ട്. നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും അസൈൻമെന്റ് ഉണ്ടാക്കാനും ഒക്കെ ChatGPT പോലുള്ള AI ബോട്ടുകളുണ്ട്. എല്ലാ വിവരങ്ങളും അവരുടെ വിരൽത്തുമ്പിൽ തന്നെ കിട്ടും. 90s കിഡ്സിന് ഈ ഒരു കാര്യം കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഇനി റിലേഷൻഷിപ്പിന്റെ കാര്യം എടുത്താൽ അതിൽ ആരാണ് മികച്ചത്? അത് 90s കിഡ്സ് തന്നെയാണ് മികച്ചത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവർക്ക് കൂടുതൽ ജീവിത അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്നേഹബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവർക്കൊരു പരിധി വരെ സാധിക്കും. എന്നാൽ 90s കിഡ്സ് പലരും സിംഗിൾസായി ഇരിക്കുന്നതിൻ്റെ കാരണമാണ് എനിക്ക് വ്യക്തമാവാത്തത്. എന്നാൽ 2K കിഡ്സ് അങ്ങനെയല്ല. അവർക്ക് ഒരു സമയം കുറേ റിലേഷൻഷിപ്പുകൾ ഉണ്ടാകും. പക്ഷെ അത് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ അവർക്ക് പലപ്പോഴും സാധിക്കാറില്ല. അവർക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു ടൈം പാസ് ആണ്. ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലോട്ട് പോകാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. അത് 90s കിഡ്സിന് മാത്രമേ പറ്റുകയുള്ളൂ. പക്ഷേ 90s കിഡ്സ് പലരും സിംഗിൾസായി ഇരിക്കുന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇത്രയും പറഞ്ഞ ഞാൻ ഏതിൽ പെടുമെന്ന് ചോദിച്ചാൽ ഞാനിതിൽ 2Kയിലാണ് വരിക. എന്നാൽ എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 90s കിഡ്സിന്റെ ഒരു വൈബാണ്. കാരണം ഞാൻ ജനിച്ചത് 2000-ലാണ്. ഈ വർഷത്തിൽ ജനിച്ചവർ 90s കിഡ്സ് ഉപയോഗിച്ച പല സാധനങ്ങളും ഉപയോഗിച്ച് കാണും. അതായത് VCR, ഗുസ്തിക്കാട്, അങ്ങനത്തെ പല പല സാധനങ്ങളും ഉപയോഗിച്ച് കാണും, അല്ലേ? അതായത് 90സിൻ്റെയും 2Kയുടെയും നടുക്കിലായിട്ട് വരും, ഒരു ബോർഡർ ആയിട്ട് വരും ഈ വർഷത്തിൽ ജനിച്ചവർ. ഏർലി 2K എന്നാണ് പൊതുവെ ഇവരെ പറയാറ്. 2Kയിൽ ജനിച്ച് 90സിന്റെ നൊസ്റ്റയിൽ ജീവിക്കുന്ന ഒരേ ഒരു ജനറേഷൻ. ഇവർ ഇപ്പോഴുള്ള 2K കിഡ്സിനെ പോലെയല്ല. ഇവർ 90s കിഡ്സിനെ പോലെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള കഴിവുണ്ട്. പക്ഷേ 90സിനെ പോലെ ഇവരും ഇപ്പോഴും സിംഗിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അവസാനമായി എനിക്ക് പറയാനുള്ളത് 90s കിഡ്സ് ആയാലും 2K കിഡ്സ് ആയാലും ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക. ആരെയും ഉപദ്രവിക്കാത്ത ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക. 90s കിഡ്സ് 2K കിഡ്സ് എന്നുള്ള വേർതിരിവില്ലാതെ ജീവിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.